Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon. Yeah, good afternoon. Then, how are you all? Good. How are you? I'm always good. Okay. അപ്പൊ സുഖമാണ് എല്ലാവർക്കും അല്ലെ? എല്ലാവരും ഇപ്പൊ എല്ലാവരുടെ ഇങ്ങനെ കമ്പനിയാണല്ലോ, എല്ലാ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടോ? എന്താ ടീച്ചേഴ്സ് ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. കുഴപ്പമില്ല. ഞാൻ അറിയുന്നുണ്ട് പലതും. ഓക്കെ, എന്താണ് മിസ്സിംഗ് ആണല്ലോ? ഇല്ലേ ആള്? ആര്? നജുവോ? ഇന്ന് ആളെ ഇംഗ്ലീഷ് ക്ലാസ് ആയതിന് മുങ്ങിയതായിരിക്കും കേട്ടോ, നൈസായിട്ട്. ഇല്ല, രാവിലത്തെ ക്ലാസ്സിനും അങ്ങനെ കണ്ടില്ലല്ലോ. ആണോ? നിങ്ങൾ കോണ്ടാക്ട് ഒന്നുമില്ല? ആഗ്രഹം ഇല്ലല്ലോ? അങ്ങനെ തമ്മിൽ അധികം കോണ്ടാക്ട് വെക്കാറില്ല. ക്ലാസ്സിൽ കണ്ടില്ല. ഓക്കെ. സച്ചിൻ പേരെന്തായിരുന്നു? ഡെഫന. ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോവാണേ. So, we discussed preposition in previous class about since. Yeah, correct? Since are you? Yeah. So, we're moving on. The next preposition is during. During is a used for ഗ്രൂപ്പിന്റെ വിശേഷങ്ങളൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോ സിൻസ് എന്ന് പറയും, സോറി സിൻസ് അല്ല, ഡ്യൂറിംഗ് എന്ന് പറയുമ്പോ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആണ്. പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് മെയിൻലി നമ്മള് ഡ്യൂറിംഗ് വെച്ച് യൂസ് ചെയ്യും. വേറൊരു കാര്യം പറയട്ടോ, സിൻസ് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ മാത്രമായിട്ടല്ല നമുക്ക് പൊതുവെ യൂസ് ചെയ്യും. പ്രപ്പോസിഷൻ ആണ്, കൂടാതെ ഒരു അഡ്വേർബ് ആയിട്ടും പ്രവർത്തിക്കാറുണ്ട്. ഒരു അഡ്വേർബ് ആണ്, അതുപോലെ കൺസ്ട്രക്ഷൻ ആണ്. സോ ഈ രീതിയിലൊക്കെ എന്താണ് സിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലാതെ പ്രപ്പോസിഷൻ മാത്രമല്ല. ഇനി എവിടെയെങ്കിലും സിൻസ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ മിസ് പ്രപ്പോസിഷൻ അല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കൺസ്ട്രക്ഷൻ ആയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്, അഡ്വേർബ് ആയിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഡ്യൂറിംഗിലൊക്കെ വരാണെങ്കിൽ ഒരു പീരീഡിൽ സംഭവിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ പറയണമെങ്കിൽ എന്താണ് പീരീഡ് അവിടെ മെൻഷൻ ചെയ്യണമല്ലോ. ഇപ്പോ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ആണ്. മീൻസ് 2:30 to 3:30 വരെയാണ് നമ്മുടെ ക്ലാസ് ടൈം. ഈ ടൈമിനിടയിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും നമുക്ക് ഡ്യൂറിംഗ് വെച്ച് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് I take notes, I write notes during the class. ഈ ക്ലാസ് ടൈമിൽ ഞാൻ നോട്ട്സ് എഴുതി എന്ന് വേണ്ടി പറയാം, എഴുതുന്നു എന്ന് പറയാം. ഡ്യൂറിംഗ് അല്ലെങ്കിൽ I wrote notes during the class. ക്ലാസ്സിൽ നടക്കുമ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് എഴുതി എന്ന് പറയാറാണ്. അത് ഡ്യൂറിംഗ് ആണ്, കാരണം ആ ഒരു പീരീഡിൽ സംഭവിച്ചൊരു കാര്യം. സോ അങ്ങനെ പറയാൻ നമുക്ക് ഈ ഡ്യൂറിംഗ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. അല്ലാതെ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം ഒന്നും നമുക്ക് പറയാനില്ല കേട്ടോ. ഇപ്പോ അതർ പ്രപ്പോസിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ ഇതിൽ ഓരോ പോയിന്റ്സ് പറയാനുണ്ടായിരുന്നു അല്ലെ, ഇന്ന പ്ലേസിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ പറയാനില്ല. ഇതൊരു പീരീഡ് ആണ് എഴുതുക. പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഡ്യൂറിംഗ് പ്രപ്പോസിഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, അതിൽ കുറച്ച് രണ്ട് എക്സാമ്പിൾ ഞാനിപ്പോ പറയും. അത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മടി തോന്നിട്ട് കാര്യമില്ല, കാരണം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കൂടുതൽ ക്ലിയർ ആകുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ,
ഫസ്റ്റ് എക്സാമ്പിൾ എഴുതാട്ടോ. സെയിം എക്സാമ്പിൾ എഴുതിക്കോളൂ. I wrote notes അല്ലെങ്കിൽ I take notes during the class. I take notes during the class. During the exam, you can speak. Speak in a spelling mistake at all. അത് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡ്യൂറിങ് എവിടെ യൂസ് ചെയ്യണം എന്ന് ഏകദേശം എഴുതല്ലോ. സോ ലെറ്റ്സ് മേക്ക് ദി എക്സാമ്പിൾ. അറൌണ്ട് ഒരു 5 എക്സാമ്പിൾ എങ്കിലും ഡ്യൂറിങ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓക്കെ ചെയ്യാലോ അല്ലെ. ഇനി എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചും ലീവ് ചെയ്ത് പോയിട്ട് കാര്യമുള്ളൂ. ചെയ്യൂ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുള്ളൂ. ഓക്കെ ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യൂട്ടോ. കഴിയും. 3 മണി ആകുമ്പോ നോമ്പിന്റെ സമയം ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞു. അതാണ്
Okay, I slept during the movie. Yeah, correct. She was called during the class. She called me during lunch. She prayed during the night based on talk during the exam. Yeah, I rejected the call during the class. Okay. During the winter, the plants. During the winter, he ഉദ്ദേശിച്ചേ എന്താ ഉദ്ദേശിച്ചേ സീജ during the winter the plants flop. He plants out ഉദ്ദേശിച്ചേ plants flop. During summer, we get lots of fruits. During summer, we need to be careful for what our location. During summer, we need to drink a lot of water. Usually, we need to be careful for of we are eating and drinking. Yeah, correct. I met her during the holidays, downtown during the class. She slept during the class, trained during the night. Yeah, correct. Rain എന്ന് പറയുക rain. ഓക്കെ ഇനി ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യുക കുറച്ചെല്ലാം ടെക്സ്റ്റ് ചെയ്യാനുണ്ടല്ലോ ചെയ്യൂ കേട്ടോ സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കറക്റ്റ്ലി എന്താ പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി She walked during this time. The staffing took this during a active body. The first day has been interested with her education and have worked during the course. Yeah, correct. Yeah, okay. ഇനി നെക്സ്റ്റ് ടൈം കുറച്ച് പേരുണ്ട് നെക്സ്റ്റ് ചെയ്യൂ കേട്ടോ
Yeah, Ramya, thousands of people died during COVID time. I watch television during a break in my studies. Sometimes I sleep during the class. The shop is open during the daytime. She was singing during the exam. Yeah, okay. കുറച്ചുകൂടെ സൗദ ഒരു രണ്ടോ മൂന്നോ എക്സാമ്പിൾ കൂടെ ടൈപ്പ് ചെയ്യൂ കേട്ടോ. ദെൻ സൈനപ്പും കൂടെ കുറച്ച് എക്സാമ്പിൾ വേണം. ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, ആലോചിച്ച് കണ്ടെത്തൂ. എളുപ്പമാണല്ലോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. She was sing, yeah, okay, ma'am. Okay, there is no school during April. During April എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു മാസമല്ലേ ഇത്. During April എന്ന് പറയാൻ പറ്റില്ല. She was reading during the exam. Okay. She was drinking water during the exam. Okay. Clear. Apo since okay, the sun shine during the day. During the day. Yeah, okay. Managing. Okay. ഇനി നമുക്ക് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് കുറച്ച് yeah, okay. Follow it as such now. I can read now. Don't talk during class, except during the song. Yeah, during the clip you can talk. Yeah, correct. Okay. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രപ്പോസിഷനിലേക്ക് പോവാട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സിൻസ് പഠിച്ചല്ലോ ഇപ്പോ. ഇനി 4 ആണ്. എഴുതിക്കോളൂ കേട്ടോ. പ്രപ്പോസിഷൻ 4. പ്രപ്പോസിഷൻ 4 എന്ന് പറയുമ്പോ സിൻസ് നമുക്കറിയാം മുതലാണ്, ഡ്യൂറിങ് ഒരു പീരീഡ് ആണ്. 4 എന്ന് പറയുമ്പോ ഇത്ര മണിക്കൂറുകളായിട്ട് അല്ലെ, അതൊരു ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയും. ഇത്ര മണിക്കൂറുകളായിട്ട് അല്ലെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി എന്നൊരു മീനിങ് കൂടെ ഇത് വരുന്നുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടിയാണ്. ദിസ് ഗിഫ്റ്റ് ഫോർ യു, ദിസ് ഗിഫ്റ്റ് ഇസ് ബോട്ട് ഫോർ യു. ഈ ഗിഫ്റ്റ് വാങ്ങിയാൽ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയാം. ദെൻ ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ലേൺ ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ 2 രീതിയിൽ നമുക്ക് ഫോർ യൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഡ്യൂറേഷൻ ഓഫ് ടൈം ആയിട്ട്, പിന്നെ ഒരെണ്ണം നിനക്ക് വേണ്ടി എന്നൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 2 എക്സാമ്പിൾ ഞാൻ അതിന് വേണ്ടി പറയാം. അതിനുശേഷം നിങ്ങൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ
ഫസ്റ്റ് ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ I have been studying English for 3 hours. Have been studying English for 3 hours. ഇംഗ്ലീഷിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്യൂറേഷൻ ആണ് 3 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഗിഫ്റ്റ് I bought for you. അല്ലെങ്കിൽ this gift I bought for you എന്ന് പറയാം. This gift I bought for you. ഈ 2 എക്സാമ്പിൾ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ? 2 മനസ്സിലായാലും ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് പറയുന്നെങ്കിൽ ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വേണ്ടി ഒരു മീനിങ് ആണ്. ഇംഗ്ലീഷ് ഞാൻ എങ്ങനെ പറയാം? ഓക്കെ, അപ്പോ ഇത് രണ്ടും ക്ലിയർ ആയല്ല. ഈ 2 രീതിയിലാണ് ഫോർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ലെറ്റ്സ് മേക്ക് എക്സാമ്പിൾസ് വിത്ത് പ്രിപ്പോസിഷൻ ഫോർ. ഓക്കെ, 2 എക്സാമ്പിൾസ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യുക, ദെൻ ടെക്സ്റ്റ് ചെയ്യാട്ടോ.
Okay. Oh, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കാണാലോ. I'm waiting for him. Yeah, I have been here for more than 2 hours. I have been playing cricket for 2 hours. She's ready for anything. I slept for 7 hours. I have got a job for you. You must work hard for a better future. Yeah, how much do you pay for a car? I bought some toys for my niece and nephew. I have some dress for my brothers. I worked for many years to earn money. I'm working for another company. I'm going for an appointment. My house more does just the cleaning for me. I was trying for 2 hours. I was running for 1 hour. 1 hour, നിങ്ങൾക്ക് actually better, an hour. An hour of sending. It was only for an hour. No sending. He has been working here for the last 6 months. I bought a cake for you. This tea I prepared for you. I have been playing for golf for 2 hours. I'm speaking for my family. Speaking for my guys. I'm speaking. She waited for a long time. I bought dress for my mother. She went to the shop for ice cream, or she's preparing for an exam. For an exam. She was waiting for exam. Yeah, okay, clear. പഠിക്കുന്നുണ്ടല്ലോ, കൊള്ളാം. എല്ലാവർക്കും അറിയാം അല്ലേ? കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഒക്കെ എല്ലാവർക്കും അറിയാം. She's not fit for the job. Yeah, okay. കൊള്ളാട്ടോ. നിങ്ങള് പഠിക്കുന്നുണ്ട് നിങ്ങള്. 2 പ്രപ്പോസിഷൻ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എനിക്കറിയാം, അത് എന്റെ കഴിവായിരിക്കാം, പിന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ കഴിവൊക്കെ ആയിരിക്കാം അല്ലേ? ചുമ്മാ ഓക്കെ. എന്താ ചുമ്മാ പറഞ്ഞോ, എന്തിനൊക്കെ പറയണ്ടേ? നീ പോരടിക്കും. ഇതിപ്പോ 4ാമത്തെ ക്ലാസ്സാ. ഇന്ന് 10:30 ക്ലാസ് കയറിയതാണ്. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതിൻ്റെതായ ടൈംലെസ് എല്ലാം എനിക്കുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പൊട്ടത്തിലൊക്കെ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ ആക്റ്റീവ് ആകും. അതിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഓക്കെ. പിന്നെന്താ, പൊതുവെ കുറെ ക്ലാസ് എടുത്ത് വരുമ്പോഴേ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. യൂഷ്വലി അങ്ങനെയാണല്ലോ. ക്ഷീണം ബോറടി ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ അത് എനിക്കില്ല, എല്ലാം നല്ല ടയറാണ്. 3ാമത്തെ ക്ലാസ് 4ാമത്തെ ക്ലാസ്സാണ്. പക്ഷെ അത് നിങ്ങൾ കാണിക്കാൻ പാടോ? നിങ്ങൾ എന്റെ ക്ലാസ് കാണാനും കേൾക്കാനും ഒക്കെ വന്നിരിക്കുന്നവരാണ്. സോ നിങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മൾ എന്തൊരു ഇപ്പോ ഏതൊരാളോ ഏതൊരു പൊസിഷനും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്, ഇതിപ്പോ സ്പീച്ച് ആവാം, എന്തുവാ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ആരാണ് നിൽക്കുന്നത്, അയാൾ എങ്ങനെയാണോ എന്നതിലല്ല മീൻസ് അയാളെ നിങ്ങൾ കാണുന്നത് ചിലപ്പോ അയാളുടെ അച്ചീവ്മെന്റ്സ് ആയിരിക്കാം. അയാളെ ഒരുപാട് ഇപ്പൊ എന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഓക്കെ ഞാൻ ആക്റ്റീവ് ആണ്, ക്ലാസ്സിൽ പോകുന്നു, നിങ്ങളോട് ചില്ലായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഏതൊരു സിറ്റുവേഷൻ ആയിട്ട് ബിഹൈൻഡ് ഒരുപാട് ഹാർഡ് വർക്ക്, മനസ്സിലായോ? അതായത് ആരും നമ്മുടെ ഹാർഡ് വർക്ക് കാണില്ല എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ആരും ഒരാളോ നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് അല്ല കാണുന്നത്, റിസൾട്ട് ആണ്. ഓക്കെ, എപ്പോഴും അത് ആലോചിക്കും. എവ്രി മൊമെന്റ്. കാരണം നമുക്ക് ചുറ്റുമുള്ളവരുടെ അച്ചീവ്മെന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫ്ലുവന്റ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. ഓക്കെ, കൊള്ളാലോ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നമ്മൾ നോക്കും. പക്ഷേ എത്രയോ നാളുകൊണ്ടായിരിക്കും കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം ആ മനുഷ്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആ ഔട്ട്കം മാത്രമാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ആളുടെ അത്രയും ഇൻപുട്ട് അല്ലെങ്കിൽ ആളുടെ അത്രയും ഹാർഡ് വർക്ക് ആരും കാണുന്നില്ല. അതാണ്, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു മൊമെന്റ് മാത്രമാണ് എല്ലാവരും കാണുന്നത്. സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺവെക്കേഷൻ എടുക്കുന്ന ഒരു ക്വിക്ക് ആയിരിക്കും എല്ലാവരും കാണുന്നത്. പക്ഷെ നിങ്ങൾ ഈ 6 മാസം അല്ലെങ്കിൽ 10 മാസം നിങ്ങൾ കണ്ടിന്യൂസ്ലി പഠിച്ചതും ഒന്നും ഒരു ഹാർഡ് വർക്കും ആരും അറിയില്ല. മനസ്സിലായോ? സോ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും
ലൈഫില് കിട്ടില്ല എന്നർത്ഥം. ഒന്നും അച്ചീവ് ചെയ്യാൻ. ആരെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്, വെറുതെ കാര്യമൊന്നും കൊണ്ട് തരില്ല. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം വേറൊന്നുമില്ല. 4 ക്ലാസ്സും നമ്മള് 12:30 ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ 12:30 ഞങ്ങൾക്ക് ലഞ്ച് ടൈം വരുന്നത് 12:30 to 1:30 ആണ്. ആ ഒരു ടൈം മാത്രമാണ് എനിക്ക് ഫ്രീ ടൈം ആയിട്ട് കിട്ടിയത്. അതർവൈസ് ഞാൻ ബാക്കിയുള്ള എല്ലാ ടൈമിലും ഞാൻ ക്ലാസ്സിലായിരുന്നു. എല്ലാ ക്ലാസ്സിലും നമ്മൾ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിക്കാൻ പറ്റില്ല, സംസാരിക്കണം. സോ കണ്ടിന്യൂസ്ലി 4 മണിക്കൂറായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ സബ്ജക്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു HAക്ക് സബ്ജക്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ഇതിന് മുൻപ് 1:30 സബ്ജക്ട് ക്ലാസ് ആയിരുന്നു. അറിയാലോ സബ്ജക്ട് ക്ലാസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാലോ. സോ എടുത്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഇത് ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കുക. നമ്മുടെ ഹാർഡ് വർക്ക് എന്നും ആരും അറിയിക്കേണ്ട ആവശ്യമില്ല. അവര് ഔട്ട്കം കണ്ടാ പോരെ, ഔട്ട്കം എത്രയോ ബെറ്റർ ആയിരിക്കണം, അത്ര മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തും കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നതും എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഹാർഡ് വർക്കിലൂടെ മാത്രമാണ്. അത് മാത്രമല്ല കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി എവിടേക്കോ എത്തൂട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഞാൻ ചിലപ്പോ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ വേണ്ടി നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കും. റീതിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഒരു അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു You are saying the right thing. കാരണം ഒരാള് ഒരു കാര്യം ഇപ്പൊ നമ്മള് എന്താ പറയാ, എല്ലാവരും പൈസ ഉള്ള വീടുകളിൽ ജനിക്കണമെന്നില്ല. ഓക്കെ, എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം ഉള്ള വീടുകളിൽ ജനിക്കണം എന്നില്ല. ഇപ്പൊ നമ്മള് പലപ്പോഴും കാണുന്നുണ്ടല്ലോ, റിക്ഷ ഓടിച്ചുകൊണ്ട് ഒരു അപ്പച്ചൻ മകളെ പഠിപ്പിച്ച് IAS കാരിയാക്കി, ഡോക്ടറാക്കി എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ഹിസ് എഫേർട്ട്. The effort he has put there is tremendous. നമ്മളൊരു അമ്മ ടീച്ചറാണ്, അപ്പൻ മാഷാണ്, അല്ലെങ്കിൽ ഒരമ്മ ബാങ്കിൽ ജോലിയുണ്ട്, അപ്പൻ ഗൾഫിലാണ്. അപ്പോ അവിടെയും അവരിടുന്നത് ട്രെമൻഡസ് വർക്കാണ്. ഇപ്പം ബാങ്കുകളില് നേരത്തെയൊക്കെ ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാല്, ടീച്ചർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള ഒരു ജോബ് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ബാങ്ക് ജോലിക്കാർ തന്നെ പലരും ആ ജോലിയിൽ നിൽക്കുന്നില്ല. ബാങ്ക് ജോലി കിട്ടി അവരൊരു 3 വർഷം നിന്ന് അത്രയ്ക്കും അതിനൊരു റിസൈൻ ചെയ്ത ഒരു വേറെ ജോബിലേക്ക് പോവാണ്. അത്രയ്ക്കും സ്ട്രെസ്ഫുൾ ആണ് ഇപ്പോ ബാങ്ക് ജോലി. അതുപോലെ ടീച്ചർമാര്, പണ്ട് ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ജോലി വേറെ ഇല്ല. ഓണത്തിന് 10 ദിവസം മുടക്ക്, ക്രിസ്മസിന് 10 ദിവസം മുടക്ക്, പൂജ ഹോളിഡേസിന് കുറച്ച് ദിവസം മുടക്ക്, അപ്പൊ തന്നെ ഏകദേശം 1 മാസത്തെ മുടക്കായി ഡ്യൂറിങ് ദ ക്ലാസ് ടൈം. അത് കഴിഞ്ഞാല് പിന്നെ സമ്മർ വെക്കേഷൻ 2 മാസം. അതില് ആദ്യത്തെ 15 ദിവസം എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് ആദ്യത്തെ 15 ദിവസം പേപ്പർ കറക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം കുഴപ്പമില്ല. 2 മാസത്തില് ബാക്കി 45 ഡേയ്സ് അവർക്ക് നല്ല സുഖമാണ്. അതുപോലെ ക്രിസ്മസിനും ഓണത്തിനും എക്സാം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3-4-5 ദിവസം പേപ്പർ കറക്ഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ടീച്ചർമാര്, എന്റെ കുറച്ച് കസിൻ സിസ്റ്റേഴ്സ് ടീച്ചർമാരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചർ ആവാനുമായിരുന്നു. ഇന്നത്തെ എന്റെ ടീച്ചർ ആവാനില്ല, എനിക്കൊരു കോളേജ് ലെക്ചറർ ആവാനായിരുന്നു ഇഷ്ടം. അപ്പോ എന്റെ ചേച്ചിമാരൊക്കെ ഇപ്പൊ പറയുന്നത്, ഈശ്വര എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ആയിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് പോന്നാ മതി, മടുത്തു മനുഷ്യൻ. കാരണം ഇപ്പോഴത്തെ പുതിയ ടീച്ചിങ് എന്താ, ക്ലസ്റ്ററോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ലല്ലോ, ഇപ്പൊ കുറെ ക്ലസ്റ്ററും അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത്രയും കാലം നാട്ടിന്ന് വെളിയിൽ കൊണ്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. എന്നാലും ചേച്ചിമാര് പറയണേ, ഈശ്വര എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർമെന്റ് ആയാൽ മതിയായിരുന്നു, മടുത്തു ഞാൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഹാർഡ് വർക്ക് ഉണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ
അവരെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഫോറിനേഴ്സിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. മനസ്സിലായോ? അപ്പോ ലോട്ട് വർക്ക്, വി ആർ പുട്ടിങ് ലോട്ട് ഓഫ് വർക്ക് ഫോർ അസ്, നമുക്ക് വേണ്ടിയും ആൻഡ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ? എല്ലാത്തിനും എല്ലാ ജോലിക്കും അതിൻ്റെതായ എന്താ പറയാ സ്ട്രെസ്സും. പിന്നെ എന്നെ ഇവിടെ എല്ലാ മാസവും അവസാനമാകുമ്പോ ബാങ്കിലത്തെ എല്ലാവരും വിളിക്കും, മാഡം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാവോ, മാഡം കുറച്ച് പൈസ ഇടാവോ, മാഡം ഇന്നിട്ടിട്ട് മാർച്ച് 1-ാം തീയതി 5-ാം തീയതി ആകുമ്പോ എടുത്തോ എന്ന്. എനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട്, എങ്കിലും അത് അവരുടെ സ്ട്രെസ്സാണ്. കാരണം അവർക്ക് ആ ഒരു ടാർഗറ്റ് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഹെവി ജോബ്. മനസ്സിലായി? ഒരു സ്റ്റാഫ്, ആ പുള്ളിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് കേട്ടോ. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ബാങ്കിലായതുകൊണ്ട് പോയി പോണ. അപ്പൊ ആ പെങ്കൊച്ച് എല്ലാ മാസാവസാനമാകുമ്പോ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം കുറെ തവണ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോ എനിക്ക് നോട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു മെഷീൻ തരണം. അതാവുമ്പോ എല്ലാ മാസവും എനിക്ക് കുറച്ച് പങ്കിടാലോ എന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ ആളങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ചിലപ്പോഴൊക്കെ വന്ന് ചോദിക്കും. എല്ലാ ജോലിക്കും എല്ലാ ജീവിതത്തിനും. ഇപ്പൊ അടുക്കളപ്പണി ചെയ്യുന്നവർക്കാണേലും ഒത്തിരി സ്ട്രെസ് ഇല്ലേ? ഉണ്ട്. അവര് ഓരോ വീട്ടിലെയും പണി കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോണു, അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ ജോലി കഴിഞ്ഞ അപ്പൊ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അവരുടെ ചിലവരുടെ ക്ലീനിങ് ഇഷ്ടപ്പെടില്ല, ചിലവരുടെ വേ ഓഫ് ഡൂയിങ് ദ വർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർക്കും ഉണ്ട് അതിൻ്റെതായ സ്ട്രെസ്. എന്നാൽ അവര് വരുമ്പോ നമുക്കും ഉണ്ട് അതിൻ്റെതായ സ്ട്രെസ്. കാരണം ചിലര് വന്നിട്ട് വീട് നേരെ ചൊവ്വേ ക്ലീൻ ചെയ്യില്ല, പിന്നെ ഞാനത് ആദ്യം പോയി ചെയ്യണ്ടേ. അപ്പൊ അവരെ പിന്നെ അവരെ കാശ് കൊടുത്ത് വെക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ എല്ലാ ഇതിലും ഇഷ്ടം പോലെ ചിരിക്കണ്ട, നിങ്ങൾക്കൊക്കെ അങ്ങനെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാ ജോലികളിലും ഇപ്പൊ ടീച്ചർമാരുടെ കാര്യം, എന്റെ അമ്മച്ചി ടീച്ചറായിരുന്നു. അപ്പൊ ഞങ്ങള് നഴ്സുമാരുടെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാല് ഒന്ന് ഓർത്ത് നോക്കൂ. ഈ ലോകത്തെ ഏറ്റവും അധികം സ്ട്രെസ് അനുഭവിക്കുന്നത് നഴ്സുമാരാണ്. നഴ്സുമാരും ഡോക്ടർമാരും. ഇപ്പോ എല്ലാ ഡോക്ടർമാരും എന്ന് ഞാൻ പറയില്ല, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര സ്ട്രെസ് തന്നെയാണ്. ഇപ്പൊ നഴ്സുമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഒരേ സമയം ബ്രെയിൻ കൊണ്ടും വർക്ക് ചെയ്യണം, ഒരേ സമയം ഞങ്ങളുടെ ഹാർട്ട് കൊണ്ടും വർക്ക് ചെയ്യണം, ഒരേ സമയം ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും വർക്ക് ചെയ്യണം, ഒരേ സമയം ഞങ്ങളുടെ ഫിസിക്കൽ ഇത് കൊണ്ടും വർക്ക് ചെയ്യണം അല്ലേ? ഇപ്പൊ ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഇതായി, എന്താണ് പറയുന്നത്, തലകറങ്ങി വീണു. അപ്പൊ തലകറങ്ങിയത് ചിലപ്പോ ജസ്റ്റ് തലകറങ്ങിയതായിരിക്കാം, ചിലപ്പോ എന്താ പറയാ ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കാം, ചിലപ്പോ ഒരു സ്ട്രോക്ക് വന്നതായിരിക്കാം. അപ്പൊ ഒരു നഴ്സിന് ആ സമയത്ത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പിച്ച് എടുത്ത് വന്ന് ഇയാൾക്ക് എന്താണ് വന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതൊരു ഹാർട്ട് പ്രോബ്ലം ആണോ, അതൊരു ചെറിയൊരു തലകറക്കമാണോ എന്നൊക്കെ. ഇപ്പൊ ഞാനൊരു 2-3 വർഷം മുമ്പ് ഞങ്ങളുടെ കൂടെ പുതുതായിട്ട് കുറച്ച് സൗദി പിള്ളേർ വന്നു. അപ്പൊ ഞാനൊരു ദിവസം ഒരു പേഷ്യന്റിന് IV കുത്തുമായിരുന്നു. IV എന്ന് പറഞ്ഞാല് ഇത് ഫ്ലൂയിഡ് ഇടാനായിട്ട്, നമ്മൾ ഗ്ലൂക്കോസ് ഇടാനായിട്ട് കുത്തിവെക്കില്ലേ, അത്. ഞാൻ ഈ കുത്തുന്ന സമയത്ത് ഈ ചെറുക്കൻ പെട്ടെന്ന് അവൻ തലകറങ്ങി. അത് ചില പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്, കുത്തുന്ന നീഡിൽ കാണുമ്പോൾ തലകറങ്ങണവരുണ്ട്, കുത്തിയപ്പോ പെട്ടെന്ന് തലകറങ്ങണവരുണ്ട്, അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ഹെൽപ്പ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണം. കാരണം അയാൾ തലകറങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്തിയിട്ട് വലിച്ചൂരി അവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എന്തെങ്കിലും എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേഗം തന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും മറ്റുള്ളവരൊക്കെ ഓടി വന്നു. അവര് വന്ന് പേഷ്യന്റിനെ നേരെ കിടത്തി. ഞാൻ വേഗം IV ഫ്ലൂയിഡ് അത് കുത്തി, വേഗം IV ഫ്ലൂയിഡ് ഫാസ്റ്റ് ആയിട്ട് വിട്ടു. അപ്പോഴത്തേനും വേറൊരാൾ വന്ന് BP എടുത്തു. അപ്പോ അത് നമ്മള് എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോ പേടിച്ച് നമ്മൾ നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റിന് പോകുമ്പോ ഓക്കെ ബൈ താങ്ക് യു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, കഥകൾ കുറേ ഉണ്ട് സുജയില്. കേൾക്കാം. ഓക്കെ, എനിക്ക് ടൈമായേ. Take rest. Enjoy. Yeah. See you next class. Okay. Then bye to all.